എല്ലാവർക്കും അനന്യാസ് ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എക്സാമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. കാരണം ഞാൻ +1 പഠിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങി. ആദ്യം തന്നെ ഇംഗ്ലീഷ് ആയിരുന്നു. ഇപ്പോൾ ഇതാ പേപ്പറൊക്കെ ഇംഗ്ലീഷായിരുന്നു ഫസ്റ്റ് തന്നെ എക്സാം. ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലയെന്ന് പറയാം, ഉണ്ടെന്ന് പറയാം. പ്രതീക്ഷിച്ച ചില ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്, ചില ക്വസ്റ്റ്യനൊന്നും പ്രതീക്ഷിച്ചതല്ല വന്നത്. എന്നാലും എഴുതിയോ വെച്ചാൽ എല്ലാം എഴുതിയിട്ടില്ല, എന്നാൽ ഒരുവിധം അറിയുന്ന പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ എന്താ പറയുക, ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ലല്ലോ വരിക എന്തായാലും. അപ്പോൾ എഴുതേണ്ടത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയത് രീതി ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം കുറേ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിലും സംഭവം നോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലതൊക്കെ കുഴപ്പമില്ല, എന്നാലും ഒരുവിധം പേപ്പർ വെച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാന്നും പറയാം. അതേപോലെ കുറച്ച് മനസ്സിലാവായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവായിക്കൊന്നുമില്ല, എന്നാലും ചിലതൊക്കെ മനസ്സിലാവാൻ കുറച്ച് പ്രയാസമുണ്ട്. ഫസ്റ്റ് തന്നെ 1 വേർഡ് ക്വസ്റ്റ്യനുകളാണ്. ആദ്യം 8 1 വേർഡുകളുണ്ട്. 2 പാരഗ്രാഫ് തേട്ട്, 2 പാസേജ് തേട്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എത്ര എണ്ണം എഴുതണം? 3 എണ്ണം എഴുതണം. 4 എണ്ണം ഉണ്ട്, അതിൽ 3 എഴുതി, 3 എണ്ണത്തിനെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അടുത്തതിൽ വരുന്നത് പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര? 7 എണ്ണം ഉണ്ട്, അതിൽ 5 എണ്ണം എഴുതണം. അതിൽ 5 എണ്ണം എഴുതുമെന്ന് ചോദിച്ചാൽ 5 എണ്ണം എഴുതി, പക്ഷേ ഒന്ന് കുറച്ച് എഴുതിയിട്ടുള്ളൂ. 1 കുറച്ച് ഷോർട്ടാക്കി എനിക്ക് മനസ്സിലാവുന്ന പോലെ എഴുതിയെന്നേ ഉള്ളൂ. ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉള്ളത്. അതും അതേപോലെ അതിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 5 എണ്ണം എഴുതണം. അതേപോലെ അപ്രിസിയേഷനൊക്കെ വന്നു, അത് എഴുതി, അത് കുഴപ്പമില്ല. പിന്നെ ഒരു എസ്സേ, TV റിപ്പോർട്ട്, പിന്നെ പ്രൊഫൈൽ വന്നത് മോഹൻലാലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് എഴുതി. എന്തായാലും പ്രൊഫൈലൊക്കെ എഴുതാൻ പിന്നെ കുഴപ്പമില്ല, ഇതിൽ തന്നെ തരുമല്ലോ, അതങ്ങനെ എഴുതിയാൽ പോലെ മാറ്റി മറിച്ചിട്ടൊക്കെ. പിന്നെ ക്യാരക്ടർ സ്കെച്ച് അതൊക്കെ എഴുതി. പിന്നെ ലാസ്റ്റ് വരുന്നത് 2 എസ്സേ, 3 എസ്സേ ഉണ്ട്, അതിൽ 2 എണ്ണം എഴുതണം. അത് എഴുതാനാണ് ടൈം കിട്ടാത്തത്. ഒരു എസ്സേ എഴുതി, പക്ഷേ ടീച്ചർ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഒരുവിധം എനിക്ക് അറിയണ പോലെയൊക്കെ എഴുതിയുള്ളൂ. അടുത്തത് ഗാന്ധിജിയുടെ എസ്സേയാണ് എഴുതിയത്. ട്രാവലേഴ്സ് ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ആ 2 എസ്സേയിൽ ഗാന്ധിജിയുടെ എസ്സേ എന്ന് പറഞ്ഞില്ല, അതാണ് ഞാൻ എഴുതിയത്. ട്രാവലേഴ്സ് ഞാൻ എഴുതി, പക്ഷെ അത് ഫുൾ എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം ടൈം കിട്ടിയില്ല, അപ്പോഴേക്കും ബെല്ലടിച്ചു. അതുകൊണ്ട് അത് കുറച്ച് എഴുതിയുള്ളൂ, ഫുൾ എഴുതിയില്ല. അങ്ങനെ ബാക്കി ഒരു അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റത്തെ 8 മാർക്കിൻ്റെ. അതും ഞാൻ എഴുതിയിട്ടില്ല. ഒരെസ്സേ എഴുതി, ഒരെസ്സേ പകുതി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. അതുപോലെ സാധാരണ ഞാൻ എഴുതുന്നത് ഓൾ ക്വസ്റ്റ്യനൊക്കെ എഴുതാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ +1 എത്തിയിട്ട് ഓൾ ക്വസ്റ്റ്യനൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഓൾ ക്വസ്റ്റ്യൻ പോലും ഞാൻ എഴുതിയിട്ടില്ല. ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. പിന്നെ എഴുതിയത് വേറെ ഏതിലൊക്കെ എഴുതിയിട്ടുണ്ട് ചിലത്തിലൊക്കെ. ഇത് ഇംഗ്ലീഷിലൊക്കെ ഓൾ ക്വസ്റ്റ്യൻ എഴുതാൻ പോയിട്ട് ടൈം പോലും കിട്ടലില്ല എഴുതാൻ തന്നെ. അപ്പോൾ പേപ്പർ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. മാർക്ക് വരുമ്പോൾ അറിയാം എന്താ സംഭവം എന്നൊക്കെ. ഏതായാലും നിങ്ങളുടെ എക്സാം എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. എളുപ്പമുണ്ടായിരുന്നോ അതോ ടഫായിരുന്നോ? ക്ലാസ് കണ്ട് പ്രെഡിക്റ്റ് ചെയ്തൊക്കെയാണോ വന്നത് എന്നൊക്കെ എഴുതുക. ട്യൂഷന് പോകണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ടാറ്റാ.